ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ണിപ്പിണ്ടി അല്ലെങ്കിൽ വാഴപ്പിണ്ടി ഉപ്പിലിടുന്നതാണ്. അപ്പം മിക്കവാറും ഉള്ളവർക്കൊക്കെ അറിയാമെങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് നെല്ലിക്ക ഉപ്പിലിട്ടതുപോലെ ഇരിക്കും നമ്മുടെ ഉണ്ണിപ്പിണ്ടി ഉപ്പിലിട്ട് കഴിക്കുമ്പോഴേ. അപ്പോൾ അതിനായിട്ട് ഞാൻ വാഴപ്പിണ്ടിയെല്ലാം പോള പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നാരെല്ലാം കളഞ്ഞിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഇനി വാഴപ്പിണ്ടി ഉപ്പിലിടാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ചരുവത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിണ്ടിയെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ ഇത് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. വെള്ളം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഉപ്പിലിടുന്ന സാധനങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാകും. ഇനി നമുക്ക് കുറച്ച് കാന്താരിമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കീറിയെടുക്കണം. അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാന്താരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി തണുത്ത് ഇരിക്കുന്ന ഉപ്പുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി 2-3 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിപ്പിണ്ടി ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നെല്ലിക്ക കഴിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ ഉണ്ണിപ്പിണ്ടി ഉപ്പിലിട്ടത് കഴിക്കുമ്പോഴേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.